നമസ്കാരം. ഞാൻ ഡോക്ടർ ലീന സാജു, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രത്ത് ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്രൂപ്പ് മാനേജറാണ്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരമുള്ള രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിലുള്ള ഫാറ്റി ലിവർ എന്ന അവസ്ഥയെ പറ്റിയിട്ടാണ്. സാധാരണ മുതിർന്നവരിലാണ് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടും കേട്ടിട്ടുള്ളത് അല്ലേ. പക്ഷേ ഇന്നിപ്പോൾ 8 വയസ്സ് തൊട്ട് 8, 12 അല്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടികളിലും ഇത് കാണുന്നുണ്ട്. ഇതിനൊരു പ്രധാന കാരണം തന്നെ ഇന്നത്തെ ജീവിതശൈലി കുട്ടികളിൽ വരുന്നത്. ഇപ്പോൾ കൂടുതൽ കളിക്കോ കാര്യങ്ങൾക്കോ വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന കളി കാര്യങ്ങളില്ല. അതിന് പകരം TV-യുടെ മുമ്പിലോ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ചടഞ്ഞിരുന്ന് അതിൽ കൂടുതൽ എൻഗേജ്ഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണ രീതികൾ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഭക്ഷണ രീതികളെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ മൈദ പോലെയുള്ള അമിതമായിട്ട് കൊഴുപ്പ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള സ്നാക്കുകൾ, ഇപ്പം പഫ്സ് ആവാം, അല്ലെങ്കിൽ ബർഗർ ആവാം, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള സാധനങ്ങളോടൊക്കെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ഒരു കഴിപ്പ് സ്നാക്ക് എന്നുള്ളൊരു രീതിയിൽ വരുന്നുണ്ട്. അതിൽ പഞ്ചസാര കൂടുതൽ അടങ്ങിയിട്ടുള്ള ജ്യൂസുകൾ, ഇപ്പോൾ നാരങ്ങ വെള്ളം പഞ്ചസാര ഇട്ട് തണുപ്പിച്ച് വെച്ചതാവട്ടെ, അതല്ലാതെ തന്നെ നമ്മളിപ്പോൾ പാക്കറ്റ് ജ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അൾട്രാ പ്രോസസ്ഡ് ആയിട്ട് വരുന്നതിൽ ഈ ഫുഡുകളിൽ കാര്യങ്ങൾ നമുക്ക് എന്താ വെച്ചാൽ ഫ്രക്ടോസ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഫ്രൂട്ട് ജ്യൂസിൽ അൾട്രാ പ്രോസസ്ഡ് ആയിട്ട് വരുമ്പോൾ ഫ്രക്ടോസിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട്. ചിലപ്പോൾ കെച്ചപ്പ് കാര്യങ്ങളിൽ, അതുപോലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ കാണാം ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലുള്ളത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണശീലം നമ്മൾ കൂടുതൽ വളർത്തിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഏറ്റവും പ്രധാനം അതിൽ ഫ്രക്ടോസ് കൂടുന്നത് തന്നെയാണ്, ഷുഗറും അതുപോലെ ഫ്രക്ടോസ് കൂടുന്നതും. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് ഈ കഴിക്കുന്ന അന്നജം ശരിക്കും ശരീരം ഉപയോഗപ്പെടുത്താതെ കൊഴുപ്പായിട്ട് നമ്മുടെ കരളിലെ കോശങ്ങളുടെ മീതെ അത് അടിഞ്ഞു കൂടുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥയിലേക്ക് നീങ്ങും. ഈ ഫാറ്റി ലിവർ എന്നുള്ള അവസ്ഥ കുട്ടികളിൽ പിന്നീട് ഭാരം കൂടുന്നതിനും ശരീരഭാരം വർദ്ധിച്ചിട്ട് പൊണ്ണത്തടി പോലെയുള്ള അവസ്ഥയിലേക്ക് നീങ്ങാം. അത് പിന്നീട് പണ്ടൊക്കെ ഒരു 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞാൽ വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം അല്ലെങ്കിൽ BP, രക്തസമ്മർദ്ദം വർദ്ധിക്കൽ, ഇതുപോലെയുള്ള രോഗങ്ങളിലേക്ക് അത് മാറാൻ ചാൻസ് ഉണ്ട്. അത് കുട്ടികൾ നേരത്തെ കണ്ടെന്ന് വരാം. ഇന്നിപ്പോൾ 10 വയസ്സ് 12 വയസ്സിൽ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നുണ്ട്, മുതിർന്നവരിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് തടയേണ്ടതും ഒരു ആവശ്യമാണ്. ഇപ്പോൾ കുട്ടികളിലുള്ള ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരുടെ പ്രായത്തിന് അനുപാതികമായിട്ടുള്ള തൂക്കം അല്ലെങ്കിൽ ശരീരഭാരം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ കൂടുതൽ തവിട് കളയാത്ത ധാന്യങ്ങൾ വരട്ടെ, അതുപോലെ പച്ചക്കറികൾ, പഴങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ മത്സ്യം, മാംസം, മുട്ട, പാല് എന്നിവ ഉൾപ്പെടുത്തി ഒന്ന് ഡയറ്റ് ഒരു സമീകൃതമാക്കി എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്കതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യനെ കണ്ട് അത് പ്ലാൻ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി പഞ്ചസാര അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ റിഫൈൻഡ് കാർബ്സ് ഉള്ള ഭക്ഷണ സാധനങ്ങൾ, അതിപ്പോൾ ടാങ്ങോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ജ്യൂസുകൾക്ക് പകരം കഴിയുന്നതും ഫ്രൂട്ട്സ് കാര്യങ്ങൾ എൻകറേജ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം ആവശ്യത്തിന് എടുക്കുന്ന കാര്യം, ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫിസിക്കൽ ആക്ടിവിറ്റി കഴിയുന്നതും വൈകിട്ട് 1 മണിക്കൂറെങ്കിലും നല്ലൊരു വ്യായാമം വരുന്ന പോലെ കളിക്കുകയോ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക, ഡാൻസ്, അങ്ങനെ അല്ലെങ്കിൽ ഓട്ടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ കുട്ടികൾ കഴിയുന്നതും അവരുടെ പാരൻസിനെ നോക്കി തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശീലങ്ങളും പതുക്കെ മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തിനുള്ള മാറ്റങ്ങൾ ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അത് അവർക്ക് നല്ലൊരു ആരോഗ്യം പ്രദാനം ചെയ്യാനായിട്ടും ഈ ഫാറ്റി ലിവർ അവസ്ഥയെ റിവേഴ്സ് ചെയ്ത് അവർ കൂടുതൽ ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ നിങ്ങളുടെ കൂടെ കളിക്കാനും കാര്യങ്ങൾക്കും എല്ലാത്തിനും ഉതകുന്ന രീതിയിലൊരു മാറ്റം സംഭവിക്കും.